അങ്ങനെ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെയ് 1-ാം തീയതി അഡ്മിറ്റ് കാർഡ് കിട്ടുകയുള്ളൂ. മെമ്മോ ആണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, അതല്ല നിങ്ങൾക്ക് തന്നെ തെറ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമെയിൽ ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് നഷ്ടമല്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അതൊരു നഷ്ടമല്ല ഒരിക്കലും. തീർച്ചയായിട്ടും ആ എക്സാം എഴുതുന്നതും ആ എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയറും ആംബിയൻസും ഒക്കെ തിരിച്ചും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. മലയാളികളിൽ നീറ്റ് എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നവരിലും നീറ്റ് എക്സാമിന് ഏറ്റവും ടോപ്പേഴ്സായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എവിടെ നിൽക്കുന്നതെന്ന് അറിയാം. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെയും ഡയറക്ടേഴ്സ് ആണെങ്കിലും ജോർജ് സാറാണെങ്കിലും ആരാണെങ്കിലും ഞങ്ങൾ 1000 നോ പറയുന്നുണ്ട്. കാരണം ഇതതിൻ്റെ സമയമല്ല. എല്ലാവർക്കും നമസ്കാരം. ശിവൻ സാറിനോടൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 139ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ശിവൻ സാറുണ്ട്. സാർ നമസ്കാരം. നമസ്തേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മെയ് 4-ാം തീയതിയാണ് നീറ്റ് എൻട്രൻസ് എക്സാം വരുന്നത്. ഇനി ഏകദേശം ഒരു മാസം അടുത്ത ഉള്ള ദിവസങ്ങളേ ദിവസങ്ങളുള്ളൂ. യെസ് സർ. അപ്പോൾ ഈ ഒരു എക്സാം അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ പഠനവും സീരിയസ് ആയിട്ടുള്ള പഠനത്തിലൂടെയും ഒരുപാട് ഈ നീറ്റിന്റെ കാര്യങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രെസ് ഫാക്ടർ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എത്ര വർഷമായിട്ടുള്ള സ്വപ്നങ്ങളും കഠിന പ്രയത്നങ്ങളും ഒക്കെ ഒരു സമയം എന്താ ഫൈനലായിട്ട് അടുത്തിരിക്കുന്ന ഒരു സമയം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തീർച്ചയായിട്ടും പീക്ക് ടൈം തന്നെ നമുക്ക് പറയാം. സാർ, അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വെബ്സൈറ്റ് വഴി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം സ്റ്റുഡൻസും പാരൻസും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് സാർ ഇപ്പോൾ? നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം NEET.NTA.NIC.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഏത് ജില്ലയിലാണ് എക്സാം എഴുതുന്നുള്ളത് നമുക്കറിയാം. ഏപ്രിൽ 26-ാം തീയതി വെബ്സൈറ്റിൽ വരികയുള്ളൂ. അതിനു മുമ്പ് ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഉള്ള വെരിഫിക്കേഷൻ മാത്രമേ നീറ്റിൻ്റെ വെബ്സൈറ്റ് വഴി ഇനി വരാൻ സാധ്യതയുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജുകളുടെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇൻഡിവിജ്വലായിട്ട് ഇനി ഏത് ദിവസവും ഒരു മെസ്സേജ് വരും. മൊബൈലിൽ SMS ആയിട്ടോ ഇമെയിലിൽ ഒരു അലേർട്ടായിട്ടോ വരും. ഇമേജ് ഡിസ്ക്രിപ്ഷൻസിൽ നിന്നൊരു മെസ്സേജ് NTA ഭാഗത്തു നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ എന്തെങ്കിലും ഒരു അപാകതയുണ്ട്, വിത്തിൻ 7 days ഓർ വിത്തിൻ അവർ അനുവദിച്ചിരിക്കുന്ന സമയത്തിനനുസരിച്ച് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് 26-ാം തീയതി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ അപ്പോഴൊന്നും ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ മെയ് 1-ാം തീയതി അഡ്മിറ്റ് കാർഡ് എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെയ് 1-ാം തീയതി അഡ്മിറ്റ് കാർഡ് കിട്ടുകയുള്ളൂ. ഇനി ഇതൊന്നുമില്ല, നമ്മൾ മെയ് 1-ാം തീയതി കയറുമ്പോഴാണ് നമ്മൾ ഇമേജ് ഡിസ്ക്രിപ്ഷൻസിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 അവേഴ്സിനുള്ളിൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് വലുതായിട്ട് നോക്കണ്ട. എങ്കിലും ഇമേജിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെന്നൊക്കെ തോന്നുന്നവർക്ക് ഏതാണ്ട് 10-ാം തീയതിയോടുകൂടിയൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് വളരെ 22 ലക്ഷം പേർക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 0.1% കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ വരികയുള്ളൂ. എല്ലാവരുടെയും ഇമേജിനൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ലല്ലോ. സാർ, അപ്പം ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത കുറേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും. അതായത് ഈ പറഞ്ഞ പോലെ ഒരുപാട് വേറെ 10 വിരലിന്റെ ഇംപ്രഷനൊക്കെ എല്ലാവരും ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ ഈ നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്ത സമയത്ത് നമുക്കറിയാം ഫോട്ടോയും സിഗ്നേച്ചറിനും അപ്പുറത്ത് 10 ഫിംഗേഴ്സിൻ്റെ ഇംപ്രഷൻ, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്, അഡ്രസ് പ്രൂഫ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ അവർ വെരിഫൈ ചെയ്യുന്നില്ല. അതൊക്കെ അഡ്മിഷൻ ആരാണ് എടുക്കുന്നത് ആ സമയത്ത് അതോറിറ്റികൾ മാത്രമേ വെരിഫൈ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു കൺസേൺ ആയിരുന്നു ഈ 10 ഫിംഗേഴ്സിൻ്റെ ഇംപ്രഷനാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ചിലരെങ്കിലും അത് മനസ്സിലാക്കാതെ തമ്പ് മാത്രം ഒരു വിരലിൻ്റെ മാത്രം ഇംപ്രഷൻ കൊടുത്തവരുണ്ട്, അല്ല 1, 2, 3 ഇമേജുകൾ മാത്രം വന്നവരുണ്ട്. അവർക്കൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. അവർക്ക് ഒരു ഇമേജ് എങ്കിലും കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. ഒരു ഫിംഗറിൻ്റെ എങ്കിലും ഇമേജ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെയുള്ള വെരിഫിക്കേഷൻ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അതൊക്കെ ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആരാണ് ഒരു മാൽ പ്രാക്ടീസ് വരുമ്പം ആരാണ് അപ്ലൈ ചെയ്തത്, ആരാണ് പരീക്ഷ എഴുതിയത്, ആരാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നതെന്നുള്ളൊരു ക്ലെയിം എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളും ഇമേജുകളും അവർ മേടിക്കുന്നത്. മെയ് 4-ാം തീയതി നടക്കുന്ന പരീക്ഷയെ ബന്ധപ്പെട്ട് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമേ വെരിഫൈ ചെയ്യാറുള്ളൂ. അതിൻ്റെ ഇൻഫർമേഷൻ വന്നു തുടങ്ങിയിട്ടില്ല. ഏപ്രിൽ 10-ന് ശേഷം അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 പേർക്ക് അത് വരികയും ചെയ്യും. ആ സമയത്ത് അത് ശ്രദ്ധിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കുമോ നിങ്ങൾ ഒന്നുകൂടെ റീവെരിഫിക്കേഷൻ ചെയ്യണം? തീർച്ചയായിട്ടും മൊബൈൽ മെസ്സേജ് ആയിട്ടും ഇമെയിലായിട്ടും വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്കറിയാം KEAM 2025 കേരള മെഡിക്കലിന് നമ്മളെല്ലാം അപ്ലൈ ചെയ്ത് നിൽക്കുന്നവരാണ്.
കേരള മെഡിക്കലിന് നമുക്കറിയാം, കേരള മെഡിക്കൽ മാത്രം അപ്ലൈ ചെയ്തവർക്ക് കീമിന് 4 കോഴ്സിന് അപ്ലൈ ചെയ്യാമായിരുന്നു. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ. അതിൽ മെഡിക്കലിന് മാത്രം അപ്ലൈ ചെയ്തവർക്ക് കേരളയുടെ സൈഡിൽ ഇപ്പോൾ ഒരു അപ്ഡേഷനും ഇല്ല. അവർക്ക് ലോഗിൻ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്നാൽ മെഡിക്കലുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ എഞ്ചിനീയറിങ്ങോ ബിഫാമോ ആർക്കിടെക്ചറോ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റും പേരും അവർ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. 8-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്, ഏപ്രിൽ 8-ാം തീയതി വരെ. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ക്ലാരിറ്റി ഇല്ല എങ്കിൽ, ഫോട്ടോയിൽ ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ സിഗ്നേച്ചറിൽ ക്ലാരിറ്റി ഇല്ല, അല്ല 10ൻ്റെ മാർക്ക് ലിസ്റ്റ് അവരുടെ പോലെ ഒറിജിനൽ അല്ല അപ്ലോഡ് ചെയ്ത്, അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കിയാൽ അറിയാം. കീമിൻ്റെ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കിയാൽ മെമ്മോ ഉണ്ടോ എന്നറിയാം. എല്ലാവരും ലോഗിൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. മെഡിക്കൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ബാക്കി ഏപ്രിൽ 24-ാം തീയതി മുതലാണ് എഞ്ചിനീയറിംഗ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിനങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാം. 8-ാം തീയതിയാണ്. പിന്നെ 1-2 കുട്ടികൾക്കൊക്കെ ഫോട്ടോ തന്നെ മാറിപ്പോയി, സിബ്ലിങ്സിൻ്റെയോ അല്ലെങ്കിൽ കഫേ എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരാളുടെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പേഴ്സണലി നമുക്ക് നമ്മുടെ ഇമേജ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത പേരിന് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ 8-ാം തീയതിക്കുള്ളിൽ അവർക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഫോട്ടോ മാറിപ്പോയെന്ന് എൻട്രൻസ് കമ്മീഷർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് മെമ്മോ ഇല്ല. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇമെയിൽ ചെയ്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് അത് റീചെക്ക് ചെയ്യണം, അവരുടെ പോർട്ടലിൽ കയറി അതൊന്ന് ചെക്ക് ചെയ്യണം, നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സ്റ്റുഡൻസിന്. അവനവൻ്റെ ഫോട്ടോ ആണോ, അവനവൻ്റെ സിഗ്നേച്ചർ ആണോ എന്നുള്ളത്, അല്ല ഇനി പേരിന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളവർ ഈ എഞ്ചിനീയറിംഗും ബിഫാമിനും ഒക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. പേരിനൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ നോക്കാം. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മെമ്മോ വരില്ല, പക്ഷേ അതിന് പകരം നിങ്ങൾക്കത് ഇമെയിൽ ചെയ്ത് കൊടുക്കാൻ ചെയ്യാം. കേരളയുടെ ആപ്ലിക്കേഷൻ ഫോമും ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ ഇമെയിൽ ചെയ്താൽ മതി. ഇമേജുകൾക്കാണ് മാറ്റം വന്നിരിക്കുന്നതെങ്കിൽ ഇമേജുകളും ഇമെയിൽ ചെയ്ത് കൊടുക്കുക. മെമ്മോ വന്നിരിക്കുന്നവർ ലോഗിൻ ചെയ്തിട്ട് മെമ്മോയുടെ എന്താണോ ഡിഫക്റ്റ് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം 2 കാര്യങ്ങളാണ് കേരളയുടെ വെബ്സൈറ്റ് വഴി ഇപ്പം നടക്കുന്നത്. സാർ, ഇനി ഈ കീമിന്റെ കാറ്റഗറി വിഭാഗത്തിലേക്ക് വന്നു കഴിയുമ്പം OBC, തീർച്ചയായും നമ്മൾ നീറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കേരളയ്ക്ക് നമ്മൾ കുറേ അധികം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം അവരുടെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? അല്ലെങ്കിൽ ഇല്ല, ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ എനിക്ക് തോന്നുന്നു മെയ് അവസാനത്തോടു കൂടി മാത്രമേ വരികയുള്ളൂ. ഇപ്പം ഈ ഏപ്രിൽ 24-ാം തീയതി എഞ്ചിനീയറിംഗ് പരീക്ഷ നടക്കേണ്ടത് കൊണ്ടും അതിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ 15-ാം തീയതി കൂടി അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ടും മാത്രമാണ് ഈ ഫോട്ടോയും സിഗ്നേച്ചറും വെരിഫൈ ചെയ്തിരിക്കുന്നത്. ബാക്കി കാറ്റഗറി ചേഞ്ച് ചെയ്യുക, കാറ്റഗറി ഇനി മാറ്റാൻ പറ്റും, സർട്ടിഫിക്കറ്റ് പുതിയത് അപ്ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മെയ് അവസാനത്തോടുകൂടി വീണ്ടും കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആകും. അത് എഞ്ചിനീയറിങ്ങിനും ആകും മെഡിക്കലിനും ആകും. അപ്പോൾ അവർക്ക് അതിനകത്ത് ഇപ്പോൾ റോൾ നമ്പർ എൻ്റർ ചെയ്ത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്ത് മാറിപ്പോയി, അങ്ങനെയൊക്കെ ഉള്ളതിന് ധാരാളം സമയമുണ്ട് കേരളമായിട്ട് സംബന്ധിച്ച്. അത് മെയ് അവസാനവും ജൂൺ ആദ്യമൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ആ സമയത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോകൾ വരും, എൻട്രൻസ് കമ്മീഷൻ്റെ അലേർട്ടുകൾ വരും, പത്രങ്ങളിലെല്ലാം വരും. ആ സമയത്ത് നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടൽ ചെക്ക് ചെയ്താൽ മതി കാറ്റഗറിയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇപ്പം ജസ്റ്റ് ഫോട്ടോയും സിഗ്നേച്ചറും ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റും പേരും മാത്രമേ എഞ്ചിനീയറിംഗും ബിഫോമുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റിംഗ് അനുവദിച്ചിട്ടുള്ളൂ. അതെല്ലാവരും കയറി നോക്കുക. ഈ പറഞ്ഞ പോലെ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത് മാത്രമേ കാണാനും പറ്റുള്ളൂ, പ്രൊഫൈലിൽ കാറ്റഗറി ഒന്നും കാണാൻ പറ്റില്ല. എന്നിട്ട് അതിന് കർഷനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ലോഗൗട്ട് ചെയ്താൽ മതി. കർഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ മെമ്മോ ആണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് തന്നെ തെറ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമെയിൽ ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി ഏപ്രിൽ 24-ാം തുടങ്ങുന്ന കേരള എഞ്ചിനീയറിംഗിൻ്റെ അഡ്മിറ്റ് കാർഡ് ഈ പറഞ്ഞ പോലെ തന്നെ 15-ാം തീയതിയോടുകൂടി വരും. കേരള എഞ്ചിനീയറിംഗോ ബിഫാം എക്സാം ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. സാർ, അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം JEE 2 സെഷനും കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് സെഷൻ റീസെൻ്റ്ലി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൽ ഒരുപാട് നീറ്റിലെ സ്റ്റുഡൻസും ഈ JEE ട്രൈ ചെയ്തവരും അപ്പിയർ ചെയ്തവരും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും, കാരണം അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA തന്നെയാണല്ലോ പരീക്ഷ നടത്തുന്നത്. അതെ. അപ്പം അവരുടെ ഒരു അഭിപ്രായം എങ്ങനെയായിരുന്നു സാർ? അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നുള്ള വരുമ്പോഴത്തേക്ക് അവരുടെ പൊതുവേ ഉള്ളൊരു അഭിപ്രായം എന്തായിരുന്നു? ഈ അവർക്ക് തീർച്ചയായിട്ടും ഈ ഫിസിക്സും കെമിസ്ട്രിയും എങ്ങനെയായിരിക്കും ഒരു നാഷണൽ ലെവൽ എക്സാം എഴുതുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരുപെട്ട എല്ലാവരും തന്നെ ഈ 2 സെഷൻ പരീക്ഷ എഴുതിയത്. കൂടുതലും എല്ലാവരും തന്നെ ഈ ഏപ്രിലെ സെഷൻ എല്ലാവരും തന്നെ ഒരുവിധം എഴുതി. അത് സത്യത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ് നമ്മളുടെ ക്യാമ്പസിനും നമ്മുടെ കുട്ടികൾക്കും നൽകിയത്. ഒന്ന്, എല്ലാവർക്കും അറിയാമല്ലോ ഫിസിക്സിനോടൊരു പേടിയുണ്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഫിസിക്സിനോടൊരു പേടിയുണ്ട് അവർക്ക്. അപ്പം ഈ 2 സെഷനിലും ജനുവരി 22 മുതൽ നടന്ന JEE മെയിൻ്റെ ആദ്യത്തെ 10 പരീക്ഷയിലും ഇപ്പം നമുക്കിനി 3 എക്സാമും കൂടി ഉണ്ട്.
ബാക്കി ഇതുവരെ നടന്ന ഈ എക്സാമുകളിലും ഏതാണ്ട് 6 എക്സാമുകൾ കഴിഞ്ഞു, ജെഇ മെയിൻ സെഷൻ 2, അതിനകത്തൊക്കെ വന്നിരിക്കുന്ന ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കംഫർട്ടായിരുന്നു, ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. എന്നാൽ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ ജെഇ മെയിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്, നീറ്റ് ഇതിനേക്കാളും സിമ്പിളായിട്ടേ വരികയുള്ളൂ. ജെഇ മെയിൻ്റെ ലെവലിൽ പോലും ഫിസിക്സ് ചോദിച്ചിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ 25 ചോദ്യമാണ് ഉണ്ടായിരുന്നത്. അത് ഓരോ സെഷനിലും അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ സാധിച്ചു. അത്രയധികം കോൺഫിഡൻറ്റിലാണ് നമ്മുടെ കുട്ടികൾ ഇരിക്കുന്നത്. അപ്പം അതൊരു ഭയങ്കര പോസിറ്റീവാണ്. ഒന്ന് നാഷണൽ ലെവൽ എക്സാം എഴുതുന്നതിൻ്റെ അവരുടെ ആ ഒരു ആംബിയൻസ് അവർക്ക് കിട്ടുന്നു. രണ്ടാമത് NTA തന്നെ ഇട്ട ഒരു പരീക്ഷയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചു. അത് നല്ലൊരു ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ അവരോട് കൂടുതലായിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിരുന്നതും. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി ആണെങ്കിലും കെമിസ്ട്രി ആദ്യത്തെ സെഷൻ ജനുവരി 22 മുതൽ നടന്ന സെഷനുകളെല്ലാം കെമിസ്ട്രി കമ്പാരിറ്റീവ്ലി സിമ്പിളായിരുന്നു. മെമ്മറി ബേസ്ഡ് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഓർഗാനിക് ഇൻഓർഗാനിക് നടന്നു. പക്ഷേ സെഷൻ വന്നപ്പോഴത്തേക്കും കെമിസ്ട്രി അവരൊരല്പം ട്രിക്കിയാക്കി. അതായത് ഇതുവരെ അത്ര ഫെമിലിയർ അല്ലാത്ത കുറേ അധികം വേർഡുകൾ ചേർക്കുക, അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു പാറ്റേണിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയൊക്കെയാണ് അവർ പരീക്ഷിച്ചത്. പക്ഷേ അതിലും നമ്മുടെ കുട്ടികൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഉണ്ടായില്ല. അതാണ് ടൈം മാനേജ്മെൻറ്റ് കാര്യത്തിലൊക്കെ അവർക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ജെഇ മെയിനിൽ നിന്ന് നമ്മുടെ ക്യാമ്പസിലെ കുട്ടികളിൽ നിന്ന് കിട്ടിയ ഒരു റെസ്പോൺസ് ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഏത് ടോപ്പിക്കാണ് ഫിസിൻ്റെ കെമിസ്ട്രിയുടെയും ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും എന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഏതൊക്കെ രീതിയിൽ വന്നോ അത് സിലബസിനകത്ത് നിന്ന് തന്നെ വന്നു കേട്ടോ. വന്നിട്ടും അവർക്കത് ഏറ്റവും നന്നായിട്ട് എഴുതാൻ സാധിച്ചു. ഈ ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ നമ്മുടെ ഇ ലേണിംഗ് ആപ്പിനകത്ത് എല്ലാവർക്കുമായിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മെയ് 4-ാം തീയതി നടക്കുന്ന എക്സാമിലും തങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്, എത്രത്തോളം നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർക്ക് തീർച്ചും വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോസിലൊക്കെ കാണാൻ തന്നെ നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് അവർ ഫിസിക്സ് കെമിസ്ട്രി ഞങ്ങൾക്കത് നന്നായിട്ട് തന്നെ ടീച്ചറെ കുറേ അധികം പ്രാവശ്യം എക്സാം ഹാളിൽ നേരിട്ട് പോയിരുന്നു, എക്സാം സെന്ററിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ നീറ്റിലെ സ്റ്റുഡൻസ് തന്നെയാണല്ലോ അവരെല്ലാവരും തന്നെ ഞങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി അത് ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. അതും അതിൻ്റെ കൂടെ തന്നെ പറയുകയുണ്ടായി. അതായത് ബുള്ളനിലെ മോഡൽ എക്സാമിനൊക്കെ കാണുന്ന അതേ ക്വസ്റ്റ്യൻസും അതേ പാറ്റേണുള്ള നിരവധി ചോദ്യങ്ങൾ കാണാൻ സാധിച്ചതെന്ന് അവർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പം ഇനിയും ഇത്രയധികം പരീക്ഷകളോട് ഇനിയും നമ്മുടെ കുട്ടികൾ ഇപ്പം 27-28 ദിവസങ്ങളാണുള്ളതെങ്കിൽ അവനിനിയും 40ഓളം മോഡലുകൾ അവരിനിയും എഴുതാൻ കിടക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഏത് ലെവലിൽ നിൽക്കുന്ന കുട്ടികൾക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും പീക്ക് ടൈം തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഈ ദിവസങ്ങൾ. അപ്പം 2025 നിങ്ങളുടെ കോൺഫിഡൻസിന് ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് ജെഇ മെയിൻ 2025 ജനുവരി 22 മുതൽ നടന്ന 10 സെറ്റ് ക്വസ്റ്റ്യനും ഇപ്പം സെഷൻ 2-ന്റെ 9 സെറ്റ് ക്വസ്റ്റ്യൻ, അങ്ങനെ 19 സെറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും NTA തന്നെ ഇട്ട ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണേൽ പ്രാക്ടീസ് ചെയ്യാം. അത് നിങ്ങളുടെ കോൺഫിഡൻസിന് വളരെയധികം നിങ്ങൾ എത്രത്തോളം തയ്യാറെടുത്തു ഒരു സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു മാർഗം തന്നെയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് സാർ. അതുപോലെ തന്നെ ഇപ്പം കേരള എഞ്ചിനീയറിംഗും ഈ വരുന്ന 24-ാം തീയതി തൊട്ട് തുടങ്ങിയാണ്. അപ്പം ഈ ജെഇ അറ്റൻഡ് ചെയ്തപോലെ തന്നെ ഇതും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ എന്നുള്ളതൊരു. ഇത് കേരള എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ മറ്റൊരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് NTA അല്ലല്ലോ, ഇവിടുത്തെ അത് വേറൊരു രീതിയിലാണ് എല്ലാ പ്രാവശ്യവും ചോദിക്കാറുള്ളത്. പക്ഷേ അത് അറ്റൻഡ് ചെയ്യണം എല്ലാവരും. കാരണം ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ അധ്യയന വർഷം 25-26 അധ്യയന വർഷത്തിൽ നമുക്ക് ഒരൊറ്റ ഒരു പ്ലാൻ മാത്രമേ ഉള്ളെങ്കിൽ, പ്ലാൻ എ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് കൂടുതൽ സ്ട്രെസ് അനുഭവിക്കണം. നമ്മൾ ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് കാലഘട്ടങ്ങളിൽ എന്തിനാണ് ചേരേണ്ടത്, ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ മേഖലയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കണം. അപ്പം നമുക്ക് ധാരാളം ചോയ്സുകൾ നമുക്ക് ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് അതിൽ നിന്ന് ഏറ്റവും നല്ലത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ളൊരു മേഖലയാണ് കേരള എഞ്ചിനീയറിംഗും കേരള ബിഫാമും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്തവർക്ക്, ഇനി അപ്ലൈ ചെയ്യാനായിട്ടാവില്ല, ഓൾറെഡി അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നവർ നിർബന്ധമായിട്ടും കേരള എഞ്ചിനീയറിംഗും കേരള ബിഫാമിൻ്റെ പരീക്ഷ എഴുതണം. അതിനകത്ത് നമുക്ക് അഡ്മിഷന് പോകണോ അല്ലെങ്കിൽ പരീക്ഷ എഴുതിയെന്ന് വിചാരിച്ച് അതിന് തന്നെ പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന മെഡിക്കൽ കിട്ടാതെ പോകും, അങ്ങനെയൊന്നുമില്ല. ഒന്ന് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാക്ടീസ്, ഒരു എക്സാം സെൻറ്ററിൽ ചെന്നിരുന്ന് ഒരു പരീക്ഷ എഴുതുന്ന ഒരു പ്രാക്ടീസ് തീർച്ചയായിട്ടും ആംബിയൻസ് നമുക്ക് നല്ലത് തന്നെയാണ്. അതിനേക്കാളും ഉപരി കേരള എഞ്ചിനീയറിംഗും കേരള ബിഫാമും നമുക്ക് തരുന്ന പല പ്ലാനുകൾ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി, നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് അതുപോലുള്ള ഏതൊരു കോഴ്സിനും ഏറ്റവും ഫീസ് കുറഞ്ഞ നിരക്കിൽ, ഈ ഇത്രയും ഫീസ് കുറഞ്ഞ നിരക്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് മറ്റൊരിടത്തും കിട്ടില്ല. ഒരു ഗവൺമെൻറ് മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേരണമെങ്കിൽ only 9,000 rupees. അതായത് നമുക്ക്
4 വർഷക്കാലം ആകെ നമ്മൾ 36,000 രൂപ മാത്രമേ ട്യൂഷൻ ഫീസായിട്ട് അടയ്ക്കണം. 4 വർഷം. ഹോസ്റ്റൽ ഫീസും ഫുഡും എല്ലാം കൂടെ അറൌണ്ട് 5,000 to 7,000 ആ റുപ്പീസ് മാത്രമേ മന്ത്ലി നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ ഏതൊരു കുടുംബത്തിനും ഏറ്റവും നല്ലൊരു പ്രോഗ്രാമിന് ചേരാൻ പറ്റുന്നതാണ് കേരള എഞ്ചിനീയറിംഗ്. തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് അറിയാം, ഇപ്പം പലയിടത്തും നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് വെറുതെ പറയുന്നതാണ്. ഏറ്റവും നല്ലൊരു അണ്ടർ ഗ്രാജുവേറ്റ് ആദ്യം ആവുക. അണ്ടർ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ടാണ് അവനവൻ്റെ പാഷൻ അനുസരിച്ച് എന്തിലോട്ടാണ് പോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഏറ്റവും നല്ല കോളേജുകളും ഏറ്റവും നല്ല കോഴ്സുകളും നമ്മുടെ കേരള എഞ്ചിനീയറിംഗ് വഴിയുണ്ട്. കേരള ബിഫാമും അതുപോലെ ഉണ്ട്. അപ്പം മെഡിക്കലായിട്ട് തന്നെ ഒരു ആസ്പിറൻ്റ് ആയിട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ബിഫാമിൻ്റെ കോഴ്സിനും ഈ കേരളത്തിലെ ഈ 24-ാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പം നമ്മളിതിന് പോകണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നെ തീരുമാനിക്കുന്നത്. പക്ഷേ പലരും നമ്മളിപ്പോൾ ഇത് പറഞ്ഞാൽ പോലും എല്ലാവരും എക്സാം എഴുതുമെന്നോ നമ്മൾ പറയുന്നതിൻ്റെ ആ ഒരു എത്രത്തോളം അതിൻ്റെ ഒരു ഇത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും എല്ലാ വർഷവും കുറേ അധികം പേരെങ്കിലും പറയാറുണ്ട്, കേരള എഞ്ചിനീയറിംഗ് കൂടെ എഴുതിയേക്കായിരുന്നു, അല്ലെങ്കിൽ ബിഫാം കൂടെ എഴുതിയേക്കായിരുന്നു. കാരണം അപ്പോൾ അത്രയധികം സാധ്യതകൾ കിട്ടുകയാണ്. അത്ര പേരൻസും കുട്ടികളും പറയാറുണ്ട്, എനിക്ക് അങ്ങനെയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഫീസിന് എനിക്കൊരു കോഴ്സിന് ചേരായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ എനിക്ക് തോന്നുന്നു നീറ്റിന്റെ എക്സാം കഴിഞ്ഞിട്ടുള്ളൊരു അതിന് കഴിഞ്ഞിട്ടായിരിക്കും ഇവരത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു ലാക്ക് ഓഫ് അവയർനെസ്. അപ്പോൾ അതുകൊണ്ടാണ് സാർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാര്യം അപ്പം അതിന് നമ്മൾ MBBS പോകണ്ടെന്നോ അല്ലെ നീറ്റ് പാടാവുമെന്നോ നീറ്റ് ആർക്കെങ്കിലും കിട്ടുക അങ്ങനെയൊന്നുമല്ല. നമുക്ക് എന്താണെങ്കിലും നമുക്ക് ഈ അധ്യയന വർഷത്തിലൊരു പ്രൊഫഷണൽ കോഴ്സിൽ ചേരണം. ഏറ്റവും അധികം ഫീസ് കുറഞ്ഞും ഏറ്റവും അധികം സാധ്യതയുള്ളതും ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ എന്തിനാണ് അത് ഉപേക്ഷിക്കുന്നത്? അപ്പം തീർച്ചയായിട്ടും കേരള എഞ്ചിനീയറിങ്ങിനും കേരള ബിഫാമിനും അപ്ലൈ ചെയ്തിരിക്കുന്നവർ ആ പരീക്ഷ എഴുതുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ചിലരെങ്കിലും പറയും, ആ ഒരു ദിവസം എനിക്ക് നഷ്ടപ്പെടുകയല്ലേ, എക്സാം സെൻറ്ററിലോട്ട് പോകണം, തിരിച്ചു വരണം, അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് നഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അതൊരു നഷ്ടമല്ല ഒരിക്കലും. തീർച്ചയായിട്ടും ആ എക്സാം എഴുതുന്നതും ആ എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയറും ആംബിയൻസും ഒക്കെ തിരിച്ചും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. മെയ് 4-ാം തീയതി നമുക്ക് കംഫർട്ടായിട്ട് എഴുതാനായിട്ട്. അത് മാത്രമല്ല ഈ സാർ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ നീറ്റ് കഴിഞ്ഞിട്ടും ഇതുപോലെ ഓരോ റിസൾട്ടും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ അപ്പോഴായിരിക്കും അവർ റിയലൈസ് ചെയ്യുന്നത്, അതായത് അത് എഴുതിയിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ എഴുതിയത് നന്നായി എന്നും 100%. കാരണം നമുക്ക് ഒരു ഫിസിക്സിൻ്റെ ഇപ്പോൾ 75 ചോദ്യങ്ങളോളം നമുക്ക് മറ്റൊരു ലെവലിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് തന്നെയാണ്. കെമിസ്ട്രിയുടെ ഫിസിക്സിൻ്റെ കൂടെയാണ് 75 ക്വസ്റ്റ്യൻ കിട്ടുന്നത്. ഫിസിക്സ് 45, കെമിസ്ട്രി 30 ക്വസ്റ്റ്യനും കൂടെ അതിൽ നിന്നും കിട്ടും. അതും പല ദിവസത്തെ എക്സാമുകളുണ്ട്. അത് നമ്മൾ ഈ ലേണിംഗ് ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. സാർ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ബ്രില്യനിലേക്ക് എത്തുകയാണെങ്കിൽ ഇപ്പം യൂണിറ്റ് വൈസ് മോഡൽ എക്സാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കോമ്പിനേഷൻ എക്സാം ഉണ്ടായിരുന്നു, അതിന് ശേഷം ഇപ്പം ഓൾ യൂണിറ്റ് വൈസ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശരിക്കും എന്താ പറയുക, നീറ്റ് എക്സാമിൻ്റെ ഒരു ഫുൾ ആംബിയൻസ് ഇന്നൊരു സൺഡേ ആണ്. ഇപ്പം നമ്മൾ ഈ എപ്പിസോഡ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ 15,000-ഓളം കുട്ടികൾ പല സെൻറ്ററുകളിലായിട്ടിരുന്ന് പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയും പിന്നെ അവരുടെ ആ ഒരു പഠനവും കാര്യങ്ങളൊക്കെ അത്രയും നമുക്ക് ഇവിടെ തന്നെ അറിയാൻ സാധിക്കും. പിള്ളേരുടെ ഒരു പഠനത്തിന്റെ രീതി മാറുന്നത്, അവർ കറക്റ്റായിട്ട് ആ ഒരു വെയിലൂടെ പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓൾ യൂണിറ്റ് വൈസ് തുടങ്ങിയതിന് ശേഷം ഓൾ യൂണിറ്റ് വൈസ് എഴുതുമ്പോഴാണ് അവർക്ക് നീറ്റിന്റെ അതേ ഇതിലുള്ള, അതായത് മുഴുവനായിട്ടുള്ള ചാപ്റ്റർ വന്നു കഴിഞ്ഞിട്ടുള്ള അവർ പലതവണ റിഹേഴ്സൽ ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. അതുപോലെ തന്നെ മാർക്കിന്റെ കാര്യം, അതായത് ഇപ്പം ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു 6 ചാപ്റ്ററൊക്കെ വെച്ച് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ 81 ചാപ്റ്ററിലോട്ട് വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ചില കുട്ടികളും ഉണ്ട്. കുട്ടികളും അതുപോലെ തന്നെ വീട്ടുകാരും പാരന്റ്സും അറ്റ് ദ സെയിം ടൈം ഈ സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയും അവരുടെ ഒരു അവരുടെ ഒരു ഇതുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ബ്രില്യനിലെ നമ്മുടെ വിദ്യാർത്ഥികളുടെയും അവരുടെ പാരന്റ്സിന്റെ ഒക്കെ തീർച്ചയായിട്ടും ഒന്നാം കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ എല്ലാ അധ്യയന വർഷത്തിലും നമുക്ക് മലയാളികൾ ഏതെങ്കിലും ഒരു കോളേജിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ 90% ബ്രില്യനിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികളാണ്. അപ്പം അവർ പരസ്പരം മനസ്സിലാക്കേണ്ടത് മലയാളികളിലെ ഏറ്റവും ടോപ്പായിട്ടുള്ളവർ തമ്മിലാണ് പരസ്പരം മത്സരിക്കുന്നത്. അപ്പം ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു എക്സാം തന്നെയാണ് ഞാൻ ഇന്ന് എഴുതുന്നത്. അപ്പോൾ ഇതിനകത്താണ് എനിക്ക് 500 മാർക്ക് കിട്ടിയില്ല, 550 കിട്ടിയില്ല, 600 കിട്ടി, 700 കിട്ടി എന്ന് പറയുന്നത്. അപ്പം ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഏകദേശം അവനൊന്ന് മനസ്സിലാവും. തീർച്ചയായിട്ടും മനസ്സിലാക്കണം, അല്ലേ? നമുക്ക് ഇത്ര മാർക്ക് കിട്ടി, ഞാൻ ഇന്നിടത്താണ് നിൽക്കുന്നത്, ഇതല്ല വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇനി 25 ദിവസങ്ങളാണുള്ളത്, എൻ്റെ മേഖല ഏതാണ്, എനിക്ക് ഇപ്പം നമുക്ക് സ്ട്രെസ് ഇല്ല അങ്ങനെ, അല്ലെങ്കിൽ ഇനി അങ്ങനെയുള്ളതൊന്നും പോകാനുള്ള സമയമൊന്നുമില്ല. കാരണം
റിയാലിറ്റിയിലോട്ട് വരികയാണ് നമുക്ക്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ എവിടെയാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും എവിടെയാണ് നമ്മളുടെ വീക്ക്. ബയോളജിയിൽ നമുക്കറിയാം അറൗണ്ട് 330, 340, 350 അല്ലെങ്കിൽ 360 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് നീറ്റ് എക്സാം. അതിൽ എനിക്ക് അത്ര എത്താൻ പറ്റുന്നുണ്ടോ, അതോ നെഗറ്റീവ് ഞാൻ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നെഗറ്റീവ് എനിക്ക് വരുന്നുണ്ടോ. ഇനി കെമിസ്ട്രി മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു അറൗണ്ട് 140, 160 സ്കോർ മേടിക്കേണ്ട ഒരു റേഞ്ചാണ്. എനിക്ക് എത്രത്തോളം എത്താൻ പറ്റുന്നുണ്ട്. ഫിസിക്സ് 100ന് മുകളിൽ അല്ലെങ്കിൽ 150ക്ക് അടുത്ത് എങ്ങനെയാണ് എൻ്റെ പൊസിഷൻ, എവിടെയാണ് ഞാനിനി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അവനവൻ്റെ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഇനി മനസ്സിലാക്കണം. നമ്മൾ മുമ്പേ പറഞ്ഞ വാചകം തന്നെയാണ് പറയുന്നത്. മലയാളികളിൽ നീറ്റ് എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നവരിലും നീറ്റ് എക്സാമിൻ്റെ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എവിടെ നിൽക്കുന്നതെന്ന് അറിയാം, എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നോക്കുക. അതിനെക്കുറിച്ച് കൃത്യമായിട്ടും ഒരു പ്ലാൻ ഉണ്ടാക്കി 20 ദിവസത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുക. അത് നാളെയോ മറ്റന്നാളോ പറ്റില്ല, ചിലപ്പോൾ ഒരു 5-6 ദിവസത്തേക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ആ ഒരു വർക്കൗട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നെഗറ്റീവിലോട്ട് തന്നെ ആയിരിക്കാം, നെഗറ്റീവ് മാർക്കിങ് കുറയ്ക്കുന്നതിലൊക്കെ ആണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഒരു പരിധിക്ക് അപ്പുറം നമുക്കൊരു 4-5 അല്ലെങ്കിൽ 6 തെറ്റൊക്കെ മാക്സിമം വരുത്താൻ ശ്രമിക്കാവുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് 16, 18, 20 ഒക്കെ നെഗറ്റീവുകൾ വരുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം പോകുന്നത് ശരിയല്ലല്ലോ. കാരണം നമുക്ക് കിട്ടിയ മാർക്ക് പോലും നമുക്ക് 10 മാർക്കോളം പോകുമ്പോൾ നമ്മുടെ റാങ്കിനെ വല്ലാതെ ബാധിക്കും. അപ്പം കഴിഞ്ഞോണം തന്നെ അറിയാം 656 കിട്ടിയിട്ട് 651 മാർക്ക് നീറ്റ് 2024 മാറിയപ്പം എത്രത്തോളം റാങ്കിൽ വേരിയേഷൻ വന്ന് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ എവിടെയാണ് ഞാൻ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ഗുണം. അതിനൊരു പോസിറ്റീവായിട്ട് എടുക്കുക. എത്ര കിട്ടുന്നവരാണെങ്കിലും, ഈവൻ 400 കിട്ടുന്നവരാണെങ്കിലും അല്ലെങ്കിൽ 650 കിട്ടുന്നവരാണെങ്കിലും 700 കിട്ടുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നിൽക്കുന്ന അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ മെച്ചം. അതിൽ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് തിരിച്ച് അവനവൻ്റെ മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് ചെയ്യുക. പിന്നെ നമുക്കറിയാം, നമുക്ക് ക്യാമ്പസിൽ കാണുന്ന മറ്റൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്പം കൂടെ ഒതുങ്ങിക്കൂടുക. കാരണം ഇനിയിപ്പോൾ തിരിച്ച് ഇത്രയും ദിവസമേ ഉള്ളൂ, എന്നൊന്ന് വീട്ടിലോട്ട് പോയി നിൽക്കാം. അല്ലെങ്കിൽ എനിക്ക് ഇപ്പം മാർക്ക് കുറവാണ്, എനിക്കിനി ഇതാണ് എന്നൊക്കെയുള്ള ഒരു ചുരുങ്ങൽ, അവനവനിലോട്ടൊരു ചുരുങ്ങിപ്പോകുന്നതായിട്ടും കുറച്ച് കുട്ടികളിലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും, കാരണം ഇത്രയും നാൾ നിന്നു, ജൂണിൽ നമ്മുടെ ക്യാമ്പസിലോട്ട് വന്നു, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബാച്ചിലായിട്ട് നമുക്ക് 10 കഴിഞ്ഞപ്പോഴേ ക്യാമ്പസിലോട്ട് വന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും ഇപ്പോഴും അതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. കാരണം നമുക്ക് മെയ് 4-ാം തീയതി 2 മുതൽ 5 മണി വരെയുള്ള എക്സാം, ആ സമയം വരെ കൃത്യമായിട്ടും തയ്യാറെടുക്കണം. അതിനു വേണ്ടിയിട്ട് ആ സമയം വരെയും നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്ഥിതിയും കൂടെ നമ്മൾ കാണിക്കണം, അല്ലേ? തീർച്ചയായിട്ടും പലരെങ്കിലും ഇപ്പം ഞാൻ ഇന്ന് ക്യാമ്പസിലോട്ട് വന്നപ്പോഴും കണ്ടു 1-2 കുട്ടികൾ അവരുടെ എല്ലാ ലഗേജുകളും ഒക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനി വീട്ടിൽ നിന്ന് എഴുതാം, വീടിനടുത്ത് സെൻറ്റർ ഉണ്ട്, അവിടെ പോയി എഴുതാമെന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് അന്ന് വന്നപ്പം ജൂൺ മാസത്തിൽ നമ്മുടെ ക്യാമ്പസിലുള്ളത് എത്രത്തോളം നമുക്ക് നീറ്റ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടതായിരുന്നു, എത്രത്തോളം എഫേർട്ട് ഞാൻ എടുക്കുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടാണ് വന്നത്. അതെ, അതിനൊരു കുറവും വരുത്താൻ പാടില്ല. ശരിയായിരിക്കാം, ഇപ്പം 400 ആയിരിക്കാം സ്ഥിരമായിട്ട് കിട്ടുന്നത്, അല്ല 500 ആയിരിക്കാം. എനിക്ക് എന്തായിട്ട് എനിക്ക് ബയോളജിക്ക് എനിക്ക് കയറുന്നില്ല എന്നുള്ളതൊക്കെ ആയിരിക്കാം പരാതി. പക്ഷെ നമ്മളുടെ ആത്യന്തികം നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മെയ് 4-ാം തീയതിയാണ്. ആ നിമിഷം വരെ നമ്മൾ ഏറ്റവും നന്നായിട്ട് എഫേർട്ട് ഇടണം. എന്നിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്താവുള്ളൂ. ഞാൻ പറഞ്ഞു, സാധ്യതകൾ നിരവധിയുണ്ട്. ഈ അധ്യയന വർഷം ഒന്നും എനിക്കൊരു കോഴ്സെന്നോ ഒരു കോളേജെന്നോ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഫീസിനനുസരിച്ചുള്ള ഒരു കോളേജ് എന്നുള്ളത് നിങ്ങളൊന്നും പേടിക്കേണ്ടതായിട്ടില്ല, അല്ലേ? എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം, നീറ്റ് എക്സാം കഴിഞ്ഞിട്ടാണ്. എന്തുമാത്രം സാധ്യതകളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഐസർ വരുന്നു, മെയിൽ വരുന്നു, നൈസർ വരുന്നു, എയിംസ് BSc നഴ്സിംഗ് വരുന്നു. ധാരാളം പരീക്ഷകളും ധാരാളം കോഴ്സുകളും ഒക്കെ വരുന്നുണ്ട് നമുക്ക്. അപ്പം നമ്മൾ ഒരു തീരുമാനത്തിലും എത്തേണ്ട സമയമായിട്ടില്ല. പക്ഷെ ഈ അവസാനത്തെ ദിവസം നിങ്ങൾ ഇന്നലെ വരെ എങ്ങനെയാണോ നിങ്ങൾ ഡെയിലി റുട്ടീനിൽ എത്രത്തോളം കഷ്ടപ്പെട്ടാണോ ചെയ്തിരുന്നത്, അത് ഇനിയുള്ള ഒരു 25 ദിവസം കൂടെ ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയും കൂടെ കാണിക്കണം. അല്ലാതെ അതുപോലെ തന്നെ സർ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ഇവിടെ ഇപ്പോൾ എഴുതുന്ന മോഡൽ എക്സാം എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഒരു നീറ്റ് എക്സാം എഴുതുന്ന പോലെ തന്നെയാണ്. ഇത്രയും വിദ്യാർത്ഥികളെ ഒന്നിച്ച് എല്ലാ സെന്ററിലെയും കൂടെ വിദ്യാർത്ഥി, അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പം അവർക്ക് നീറ്റിന്റെ അവരുടെ ഒരു റാങ്ക് ഇപ്പൊ തന്നെ എങ്ങനെയായിരിക്കാം, ഇത്രയും വിദ്യാർത്ഥി, അതും ടോപ്പേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ
ചാപ്റ്ററുകൾ ഒന്നിച്ച് എഴുതുമ്പോഴത്തേക്കും അത് ഇവർക്ക് കറക്റ്റായിട്ടൊരു ഇമ്പാക്ട് കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും. അപ്പം എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നോക്കണം. അപ്പം അവസാനത്തെ മണിക്കൂറുകളിൽ കുറച്ച് എക്സ്ക്യൂസുകൾ, അതിന് നമുക്കൊരിക്കലും അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. കാരണം ഇപ്പം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഡയറക്ടേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാലും കോർഡിനേറ്റേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ വീട്ടിൽ പൊക്കോട്ടെ, ഞാൻ വീടിനടുത്തുള്ള സെൻറ്ററിൽ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു നോ പറയാൻ അവർക്കാവില്ല. കാരണം എപ്പോഴും അറിയാമല്ലോ, നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് തന്നെ എഴുതണം, അതിനൊരു സംശയമില്ല. പ്രത്യേകിച്ചും കേരള എഞ്ചിനീയറിംഗ് ഒക്കെ ഇടയ്ക്ക് വരുന്നു. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ആരും നോ പറയില്ല. പക്ഷേ ഞങ്ങൾ മനസ്സിൽ ഞങ്ങളൊരു 1000 നോയാണ് പറയുന്നത്. ദയവായിട്ട് പോകരുത്, നമ്മൾ ഒരാൾ പോലും പോകരുത്. നമുക്ക് മെയ് 4-ാം തീയതി വരെ ഇപ്പം മെയ് 3-ാം തീയതി നിങ്ങൾ നാട്ടിലാണ് എക്സാം സെൻറ്റർ വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു മെയ് 1-ാം തീയതി അല്ലെങ്കിൽ മെയ് 2-ാം തീയതിയൊക്കെ നാട്ടിലോട്ട് പോകാവുള്ളൂ. നാട്ടിലോട്ട് പോയിട്ട് ബാക്കിയുള്ള എക്സാമൊക്കെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്ത് വരുന്നുണ്ട്. 10 സെറ്റോളം ക്വസ്റ്റ്യൻ പ്രിൻ്റ് ഔട്ട് ചെയ്ത് വരുന്നുണ്ട്. അതുമൊക്കെ ആയിട്ട് ഫാക്കൽറ്റികളെയൊക്കെ കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതുവരെ നമുക്ക് ഓരോ കാര്യങ്ങളും ഡയറക്ടേഴ്സ് തന്നെ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ കണ്ടു, ജോർജ് സാറാണെങ്കിലും സ്റ്റീഫൻ സാറാണെങ്കിലും സന്തോഷ് സാറാണെങ്കിലും ആ എക്സാമിന് മുമ്പ് ഒരു കാമാകാനായിട്ട്, കാരണം നമ്മൾ 1-2 മണിക്ക് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് എത്ര കൂളായിട്ടാണ് അവരോട് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെയാണ് നിങ്ങൾ നീറ്റ് എക്സാമിനെ സമീപിക്കേണ്ടത്, ഓരോ ദിവസം അവർ ഓരോ പോയിന്റ് എഴുതിക്കൊണ്ട് വെച്ച് തന്നെയാണ് ആ എക്സ്പീരിയൻസിൽ നിന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. അപ്പം അതെല്ലാം കേട്ട് ഏറ്റവും കാമായിട്ട് ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലോട്ട് പോകാവുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് വരെ, ഒരു മെയ് 1 അല്ലെ മെയ് 1 അല്ലെ മെയ് 2 വരെയൊക്കെ ക്യാമ്പസിൽ തന്നെ നിന്ന് ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി മെയ് 4 പോകാവുള്ളൂ എന്നൊരു അഭ്യർത്ഥന കൂടി എല്ലാവരുടെയും മുമ്പിലുണ്ട്. അതല്ലാതെ നിങ്ങൾ അതിനു മുമ്പ് വന്നിട്ട് നാട്ടിലോട്ട് മടങ്ങട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളാരും നോ പറയില്ല ഇനി. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെയും, ഡയറക്ടേഴ്സ് ആണെങ്കിലും ജോർജ് സാറാണെങ്കിലും ആരാണെങ്കിലും ഞങ്ങളൊരു 1000 നോ പറയുന്നുണ്ട്. കാരണം ഇതതിൻ്റെ സമയമല്ല, കൃത്യമായിട്ട് തയ്യാറെടുക്കേണ്ട ഒരു സമയം തന്നെയാണ്. സാർ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പം ഈ ഒരു കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് അവരെങ്ങനെ പഠിക്കണം എന്നൊക്കെ ചോദിച്ചാൽ കൂടുതലായിട്ടും നമ്മൾ എക്സാമുകളിൽ തന്നെ ആ ഒരു പ്രാക്ടീസ് ചെയ്ത് മോഡൽ എക്സാം തന്നെ എഴുതി പോകണം തന്നെയാണോ? തീർച്ചയായിട്ടും. അതിനിപ്പോൾ ഓരോ ഫാക്കൽറ്റീസും, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ അല്ലെങ്കിൽ ബയോളജി ആണെങ്കിൽ ഞാൻ നമ്മൾ ഇടത് പറഞ്ഞതുപോലെ അവനോൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഫിസിക്സിൽ എന്താണ്, കെമിസ്ട്രിയിൽ എന്താണ്, ബയോളജിയിൽ എന്താണെന്നുള്ളത് അറിയാം. എന്താണെങ്കിലും ഒരു മോഡൽ കൃത്യമായിട്ട് എഴുതണം, അതിനകത്ത് തെറ്റ് വന്നത് പഠിക്കണം, അതിനകത്ത് മിസ്സിങ് ആയിട്ടുള്ളത് നമുക്ക് പഠിച്ച ചാപ്റ്ററുകളാണെങ്കിൽ പോലും നമുക്ക് കിട്ടിയില്ല, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു അവഗ്രഥനം ഉണ്ടാവണം. ഒരു മോഡൽ കൃത്യമായിട്ട് എഴുതുന്നു, ഒരു പ്രീവിയസ് ഇയർ നന്നായിട്ട് വായിക്കുന്നു, ഒരു 10-15 മിനിറ്റ് എടുത്തൊരു പ്രീവിയസ് നന്നായിട്ട് വായിക്കുന്നു, എന്നിട്ട് ഒരു മോഡലും കൂടെ നമുക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് എഴുതാം. അതിന് സമയമൊന്നും നോക്കണ്ട, 1-1.5 മണിക്കൂറിനുള്ളിൽ മറ്റൊരു മോഡൽ വെറുതെ ടച്ച് ചെയ്ത് പോകാം, ആൻസർ മാർക്ക് ചെയ്ത് വേണേൽ പോകാം. ശരിയോ തെറ്റോ എന്ന് വേണമെങ്കിൽ നോക്കണ്ട, ഡേറ്റ അനലൈസ് ചെയ്യാനുള്ളൊരു സ്പീഡ്. കാരണം 81 ചാപ്റ്ററുകളിലൂടെ ആണ് നമ്മൾ കടന്നു പോകേണ്ടത് ഈ 180 മിനിറ്റിനുള്ളിൽ. അപ്പോൾ ആ ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള നമ്മളുടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു മോഡൽ വെറുതെ നമുക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. പിന്നെ നമ്മുടെ പ്രിപ്പറേറ്ററി മോഡലുണ്ട്, അത് നമുക്ക് വളരെ നന്നായിട്ട് എഴുതാം. അപ്പം ധാരാളം ക്വസ്റ്റ്യനിലൂടെ തന്നെ കടന്നു പോകാം. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ എവിടെയെങ്കിലും ഒരു വീക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നല്ല സ്ട്രോങ് ആണെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാനും കൂടെ നമ്മൾ നന്നായിട്ട് നോക്കണം. അപ്പം നമുക്ക് അറൗണ്ട് 350-360 ബയോളജി വേണം. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? ഫിസിക്സ് കംഫർട്ട് ആവണം, കെമിസ്ട്രി കംഫർട്ട് ആവണം. അതിനെവിടെയെങ്കിലും നമുക്ക് വീക്ക് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. ഒപ്പം സ്ട്രോങ് പോയിന്റ് എവിടെയാണ് നമുക്ക് സ്ട്രോങ്, ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കും സ്ട്രോങ്, ആ സ്ട്രോങ്ങിനെ വിട്ടുകളയുകയും ചെയ്യരുത്, ആ സ്ട്രോങ്ങിനെ നിലനിർത്തുകയും ചെയ്യണം. ഒപ്പം ഇതിൻ്റെ എല്ലാം ഒരു ബാലൻസിങ് ആയിട്ട് ഏറ്റവും പീക്കായിട്ടുള്ള ടൈം തന്നെയാണ്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ NCERT ബയോളജി കണ്ടിന്യൂസ് ആയിട്ട് എത്ര പേജുകളിലൂടെ കടന്നു പോകുന്നു അത്ര പേജുകളിലൂടെ കടന്നു പോവുകയും ചെയ്യണം. പിന്നെ ബാക്കിയുള്ള അപ്ഡേഷൻസ് എല്ലാം നീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് എത്തുകയും ചെയ്യും. സാർ, അതുപോലെ തന്നെ ഈ ബയോളജിയുടെ കാര്യം പറഞ്ഞു, നമുക്ക് ഒരു വാക്ക് പോലും മിസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, അത് ബയോളജിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാൽ ഫിസിക്സ് കെമിസ്ട്രിയുടെ കാര്യത്തിൽ ഒരു സംശയം, ഇപ്പം എനിക്ക് തോന്നിയൊരു സംശയം ഞാൻ ചോദിക്കുകയാണ്. ഇനി ഇപ്പം ഇവർ പഠിച്ചിട്ടില്ലാത്ത ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അതിലേക്ക് കടക്കാൻ ഇനി സമയമുണ്ടോ? അതോ അവർ ഒരു കാരണവശാലും ഇപ്പം ഒരു ചാപ്റ്റർ പാടാണ്, എനിക്കതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം മാറ്റി വെക്കുക, അല്ലേ? അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ വരുന്നേക്കാം, പക്ഷെ അപ്പുറത്ത് നമുക്ക് 178 ക്വസ്റ്റ്യൻ കിടക്കുന്നു. നമുക്ക് 1-2-3 ചാപ്റ്റർ ഇപ്പം ചില ടീച്ചർ പറഞ്ഞാൽ എക്സാക്ട്ലി കറക്റ്റാണ്. കാരണം പലരും
ഇപ്പോഴും സബ്ജക്റ്റ് എക്സ്പേർട്ട് ആവാനായിട്ട് നോക്കുന്നുണ്ട്. ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ എക്സ്പേർട്ട് ആകാനായിട്ട് ഒരു ദിവസത്തിൻ്റെ 4-5 മണിക്കൂർ മാറ്റി വെക്കുകയാണ്. ഞാൻ ആ ചാപ്റ്ററിൽ വീക്കാണ്, ആ ചാപ്റ്റർ പഠിക്കാനായിട്ട് ഇങ്ങനെ 4-5 മണിക്കൂർ അതിൻ്റെ പുറകെ പോവുകയാണ് ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ അബദ്ധമാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി അതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറേ സിമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും നമുക്ക് സബ്ജക്റ്റ് എക്സ്പേർട്ട് ആകാനായിട്ടുള്ള ഇനി സമയമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. നീറ്റ് ഏറ്റവും നമുക്കറിയാം ഈസി ടു മോഡറേറ്റ് ലെവലിൽ നടക്കുന്ന ഏറ്റവും നല്ലൊരു എക്സാമാണ്. അപ്പോൾ അവിടെ നമ്മുടെ കോൺഫിഡൻസും ഒക്കെ വളരെ പ്രാധാന്യം തന്നെയാണ്. അപ്പം ഏറ്റവും ടഫായിട്ട് നിൽക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ മെരുക്കിയെടുക്കാനല്ല നോക്കേണ്ടത്, നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നതിനെ ഏറ്റവും നല്ല പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ തന്നെയാണ് ഈ അവസാന നിമിഷം ശ്രമിക്കേണ്ടത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെയും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെയും ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തെ കഠിനാധ്വാനം, ഇത്രയും നാൾ നിങ്ങൾ എന്തിനാണോ ശ്രമിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇത്രയും നാളും എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ വന്നിരിക്കുന്നത്, അത് ഈ കുറച്ച് ദിവസവും കൂടെ നല്ല ആ വന്നതിലും എന്താ പറയുക തീഷ്ണതയോടെ, അല്ലെങ്കിൽ ആ ഉള്ളിലെ ആ ഒരു ആളിക്കത്തേണ്ട സമയമാണ്. ആ തീ അണഞ്ഞു പോവല്ല, ആളിക്കത്തേണ്ട സമയമാണ്. അപ്പം നിങ്ങളെ തന്നെ വിശ്വസിച്ച് ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളെ തന്നെ വിശ്വസിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോയി. ആ പറഞ്ഞ വാക്ക് തന്നെയാണ്, നമ്മൾ നിങ്ങളെ വിശ്വസിക്കണം. സെൽഫ് കോൺഫിഡൻസിൻ്റെ ഏറ്റവും നല്ലൊരു സമയമാണ് ഇത്. അവനെന്താണ് എന്നുള്ള ആ ഒരു വിശ്വാസം, അത് വളരെയധികം നമുക്ക് നിങ്ങളെ അത് ബൂസ്റ്റ് ചെയ്ത് നിർത്തുകയും ചെയ്യും. ഉള്ളിലുള്ള ആ തീ ഏറ്റവും നന്നായിട്ട് ആൾ കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അതെ. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും, അതായത് നീറ്റ് 2025 അപ്പിയർ ചെയ്യാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് ഈ സാറ് പറഞ്ഞ ശിവൻ സാറ് പറഞ്ഞ ഓരോ വാക്കുകളിലൂടെയും നിങ്ങൾ ശ്രദ്ധയോടെ പോയി നിങ്ങളുടെ പഠനത്തിലൂടെ ഇനിയും മുന്നോട്ട് നല്ല തീവ്രതയോടെ കൊണ്ടുപോയി മെയ് 4 നടക്കുന്ന എക്സാമിൽ നിങ്ങളുടെ ഫുള്ളസ്റ്റ് അല്ലേ 100% നിങ്ങൾ ഇടുക. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആ ഉറപ്പ് നിങ്ങൾക്കും ഉണ്ട് എന്നറിയാം, മുന്നോട്ടും അത് ഉണ്ടായിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെയാണല്ലോ നമ്മുടെ എൻ്റയർ ഫാമിലി, നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ പ്രാർത്ഥന, നമ്മളുടെ എൻ്റയർ ഫാക്കൽറ്റി, എൻ്റയർ ഫാമിലി, നമ്മുടെ ഡയറക്ടേഴ്സ് എല്ലാവരുടെയും ഒരു നിമിഷം പോലും കളയാതെയുള്ള നമ്മളുടെ ശ്രമം അതിന് തന്നെയാണ്. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് തന്നെ നീറ്റ് 2025 വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു വിജയത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കാം. യെസ്. സോ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് സർ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം സർ. താങ്ക് യു. ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.